നമസ്കാരം. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച വാളയാർ ഇരട്ട കൊലപാതക കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ മാതാപിതാക്കൾക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതിയുമായി അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത മക്കളെ പീഡിപ്പിക്കുന്നതിന് മാതാപിതാക്കൾ ഒത്താശ ചെയ്തു തുടങ്ങി അത്യന്തം ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ടെന്ന് പ്രമുഖ ദിനപത്രമായ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. 2 ആഴ്ച മുമ്പ് CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വർഷങ്ങളായി അനുഭവിച്ച ലൈംഗിക ചൂഷണത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഭയാനകമായ വിശദാംശങ്ങളുണ്ട്. അതേസമയം കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. അടുത്ത ബന്ധു മധുവിനെ ഒന്നാം പ്രതിയായും മാതാപിതാക്കളെ 2-3 പ്രതികളായും ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒന്നാം പ്രതിയുടെ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും കുട്ടികൾ ഇരയായത് അമ്മയുടെയും അച്ഛന്റെയും മനഃപൂർവ്വമായ അശ്രദ്ധ മൂലമാണെന്നും CBI ചൂണ്ടിക്കാട്ടുന്നു. വാളയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ അമ്മ ഒന്നാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. മൂത്ത പെൺകുട്ടിയെ ഒന്നാം പ്രതി ലൈംഗികമായി പീഡിപ്പിച്ച കാര്യം മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. കൂടാതെ ഇളയ മകളെ പീഡിപ്പിക്കാൻ മാതാപിതാക്കൾ ഒത്താശ ചെയ്തുവെന്നും അന്വേഷണ ഏജൻസി അഭിപ്രായപ്പെടുന്നു. അതേസമയം 2 പെൺകുട്ടികളെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 13 വയസ്സുള്ള പെൺകുട്ടിയെ 2017 ജനുവരി 13-നും 9 വയസ്സുള്ള പെൺകുട്ടിയെ അതേ വർഷം മാർച്ച് 4-നും കണ്ടെത്തി. അവധി ദിവസങ്ങളിൽ ഒന്നാം പ്രതി വീട്ടിൽ മദ്യവുമായി എത്തുന്നത് അമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദമ്പതികൾ മനഃപൂർവ്വം കുട്ടികളെ അവഗണിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2016 ഏപ്രിലിൽ ഒന്നാം പ്രതി മൂത്ത മകളെ പീഡിപ്പിക്കുന്നത് അമ്മ കണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഇതേ കാഴ്ച പിതാവും കണ്ടു. എന്നാൽ ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യം ഇവർ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. മൂത്ത മകളുടെ മരണശേഷം പോലും അമ്മയും അച്ഛനും ഇളയ പെൺകുട്ടിയെ ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു. പ്രതി ചേച്ചിയെ ഉപദ്രവിച്ചതായി ഇളയ പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വിചാരണ കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. പ്രതികളെ വെറുതെ വിട്ടത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. മക്കൾക്ക് നീതി തേടി അമ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതും തലമുണ്ടനം ചെയ്തതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ വെള്ള കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ അവർ മത്സരിക്കുകയും ചെയ്തു. 2021 അന്വേഷണം ഏറ്റെടുത്ത CBI സംഘം കേസിൽ ഇതുവരെ 6 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്.